അരുണോദയത്തിൽ സ്വന്തം നിഴൽ കണ്ട ഒരു കുറുക്കൻ പറഞ്ഞു, ഇന്ന് പ്രഭാത ഭക്ഷണത്തിന് ഒരു ഒട്ടകം തന്നെ വേണ്ടി വരുന്നു. ഇതാണ് സ്ഥലം. ഇവിടെ ഒരു ചെറിയൊരു പുഴ ഒഴുകുന്നുണ്ട്. ഇതാ ഈ പാലത്തിലേക്ക് ഇങ്ങനെ കയറുമ്പോഴാണ് നമ്മൾ ഈ സംഭവം കണ്ടത്. 2 കുടില് പോലെ 2 ഷെഡ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു കുടത്തിൽ ആൾക്കാർ വിൽക്കുന്നു. നമ്മൾ ഓർഡർ ചെയ്ത സൂപ്പ് കൊണ്ടുള്ള വണ്ടി വരുന്നുണ്ട് കേട്ടോ. ഇതേ ഈ ഒരു ഹോളിൽ കൂടി അകത്തേക്ക് കിടക്കും. ഇതാ വരുന്നു. ഇനി ഇതാ സൂപ്പ് എടുത്തിട്ട് വെച്ചു. താങ്ക് യു. ഇനി ട്രെയിൻ തിരിച്ചു പോകും കേട്ടോ. ട്രെയിൻ തിരിച്ചു പോകണം. തള്ളി കൊടുക്കണം. ട്രെയിൻ പോകുന്നില്ലേ, ഒരു ചെറിയ തള്ളി ഒന്ന് തള്ളിക്കൊടുത്താൽ ചിലപ്പോൾ പോകണ്ടാവും. സൂപ്പ് റെഡിയാണ്. നേരെ ട്രെയിൻ പോയി, തിരിച്ചു പോയി. ഇനി അടുത്ത സാധനം എടുക്കാൻ വേണ്ടി പോവാൻ കേട്ടാ. റിവേഴ്സാ പോവാട്ടാ. ബേബി പോണ്ടേ? എന്താണ് തണുത്തിട്ട് അങ്ങോട്ട് ഉറങ്ങിപ്പോയല്ലേ? ഞാൻ കുറച്ച് നേരത്തെ എണീറ്റു. ഇന്നലെ കടപ്പയ്ക്ക് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എത്തിയതിൻ്റെ കുറച്ച് മുമ്പ് എവിടെയോ വെച്ചിട്ട് നല്ല ഉറക്കം വരിക. നമ്മൾ രാത്രി ഓടണ്ടെന്നായിരുന്നു നമ്മുടെ ട്രിപ്പിൻ്റെ പ്ലാന്. പക്ഷേ ചില അപൂർവ സാഹചര്യങ്ങളിൽ കുറച്ചൊക്കെ ദൂരം അത്യാവശ്യം എങ്ങോട്ടെങ്കിലും എത്താൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ ഓടാം എന്നും കൂടി ആ പ്ലാനിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഉറക്കം വരുന്നു തോന്നിയപ്പോൾ പിന്നെ ഒന്നും ചെയ്തില്ല. ഏറ്റവും ആദ്യം കണ്ട ഒരു പമ്പിനകത്തേക്ക് കയറ്റി. കഴിഞ്ഞ ദിവസത്തെ സെയിം സംഭവമാണ്. നല്ല തണുപ്പ്. എത്ര ടെമ്പറേച്ചർ എന്ന് അറിയില്ല. പക്ഷേ ഇപ്പോൾ നോർത്തിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഇതിനെ നല്ല തണുപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല. പുറത്തേക്ക് നോക്കുമ്പോൾ വണ്ടിയുടെ ഗ്ലാസ്സൊക്കെ മൊത്തം മൂടിയേക്കാണ്, ഒന്നും കാണുന്നില്ല. നല്ല രസമുണ്ട്. വൈറ്റ് കളറിലാണ് പുറത്തേക്കൊക്കെ ഉള്ള കാഴ്ച. അപ്പോൾ എന്നാലും നമുക്ക് പുറത്തിറങ്ങാം. കോടം മൂടിക്കണുണ്ടോ? എന്തായാലും നമ്മൾ ഫ്രഷ് ആയിട്ടൊന്നുമില്ല. നേരെ ആ പമ്പിൽ നിന്ന് ഇങ്ങോട്ട് പുറപ്പെട്ടു. വീട്ടിൽ നിന്ന് പുറപ്പെട്ടു എന്നാണ് പോലെ പമ്പിൽ നിന്ന് പുറപ്പെട്ടു എന്ന് പറയുന്നത്. ഇവിടെ നല്ല തണുപ്പിന് ടെസ്റ്റ് കണ്ടോ. ആ ബൈക്കിൽ ഒരാൾ കമ്പനി പോക്ക് കൊണ്ടുപോകണം. ബ്ലാങ്കറ്റിന്റെ കച്ചവടക്കാരനാണ് കണ്ടാ. നമുക്ക് കുറച്ചങ്ങോട്ട് ഈ കോടമഞ്ഞൊക്കെ ഒന്ന് മാറിയതിന് ശേഷം എവിടെയെങ്കിലും വെച്ചിട്ട് കുളിക്കൊക്കെ ചെയ്യാം അല്ലേ? ഒരു കല്ല് കൊണ്ടുപോകാനാണോ ഇത്രയും വലിയ ലോറി ബിബി അല്ലേ? അതെ, ഒരൊറ്റ കല്ല്. ഇത് ഇനി കട്ട് ചെയ്യാനായിരിക്കും ഞാനാ വണ്ടി ഓടിക്കുന്നത്. അതൊരു പതിവില്ലാത്തതാണ്, എന്നാലും ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ. അതെ അതെ. ആരാണ് ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത്? അതെ അതെ. നീ നാസക്ക് വേണ്ടി സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാണോ? ഭയങ്കര സംഭവം. 30 രൂപ. ചായ കുടിക്കാം. ഗുഡ് മോർണിംഗ്, ശ്രീ അശ്വിനി ചായ് ഹൗസ്. ഹായ്, ഗുഡ് മോർണിംഗ്. നല്ല ചായ കേട്ടോ. ചായ ഉണ്ടാക്കി കഴിഞ്ഞിട്ടേ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ക്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് ഗ്ലാസ് 2 എടുത്തിട്ട് അവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മുട്ടിക്കും. അതിൻ്റെ അടിഭാഗത്തിലെ ചായ പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് വെച്ചിട്ട് നമ്മുടെ സപ്ലയറുടെ കയ്യിലേക്ക് കൊടുക്കുന്നത് ഒരു അവിടെ വിരിച്ചൊരു ടർക്കി പോലത്തെ തുണിയിലാണ്. അതിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരച്ചിനെടുക്കും. അപ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് വെള്ളം ഒറ്റില്ല. നമുക്ക് ഒന്നും നോക്കണ്ട, പെട്ടെന്ന് നേരെ കടപ്പ പിടിക്കാം. കടപ്പ 120 കിലോമീറ്ററാണ്. ഇത് ഞാൻ ഒരു 10-20 പിടിപ്പിച്ചിട്ട് എപ്പോൾ എത്തിക്കാം. കടകളൊക്കെ ഉണ്ടോ? വളരെ ചെറിയ കടകളാണ്. നമ്മളവിടുത്തെ പോലെ ബിൽഡിങ്ങുകൾക്കൊന്നും വലിയ പ്രാധാന്യമില്ല. ഒന്നുമില്ല. റോഡ് കുറച്ച് മോശമാണ്. അത് ഒരു അബദ്ധമായി പോയി. അതല്ല, ഇവിടെ നീ ഓടിച്ചാൽ മതിയായിരുന്നു എന്നാ പറഞ്ഞത്. നല്ല റോഡൊക്കെ അവന് ഓടിച്ചിട്ട് മോശം റോഡായപ്പോ ഞാൻ ഓടിക്കുന്നു. നല്ല സമയം. അപ്പൊ എന്തായാലും പോയിക്കൊണ്ടിരിക്കുമ്പോഴേ അവിടെ ബാക്കിൽ റോഡ് സൈഡില് ഒരു കുടം വെച്ചിട്ട്, വലിയൊരു കുടം, അതിനെന്തോ എടുത്ത് വിൽക്കുന്നതാണ്. അതിനി മദ്യമാണോ വേറെ എന്തെങ്കിലും ആണോന്ന് അറിയില്ല. ഇനി വല്ല മോരും വെള്ളമാണോ അറിയില്ല. ഞാനത് കണ്ടപ്പോൾ നിർത്തിയെന്ന് പോയി നോക്കണം. എന്തായാലും കാണണം.
ചിലപ്പോൾ ഓരോ സ്ഥലത്തും പുതിയ തരത്തിലുള്ള പരിപാടികളായിരിക്കുമല്ലോ. പക്ഷെ ഞാൻ പറഞ്ഞു വന്നെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഒരു കള്ള് ഷാപ്പിലേക്കാണ് പോയത് നമ്മൾ ഈ സീരീസ് തുടങ്ങിയപ്പോൾ. അപ്പോൾ കുറേ പേര് ആ വീഡിയോയിൽ കമന്റ് ചെയ്തിരുന്നു, കള്ളിനെ പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോ ആണോ, കള്ള് ഷാപ്പിലെ വീഡിയോ മോശമായി പോയി, അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്നൊക്കെ കേട്ടോ. നമ്മള് ആളുകളുടെ ജീവിതം കാണാനാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ കള്ള് എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ഒരു ഭാഗമാണ്. കള്ള് കുടിക്കുന്ന ആൾക്കാർ സമൂഹത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അവരുടെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നില്ലെന്ന തെറ്റ് എനിക്ക് മനസ്സിലായില്ല. ലൈഫും കൾച്ചറൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങുകയാണെങ്കിൽ നമ്മളിതെല്ലാം കാണണം. നമ്മളത് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ പേഴ്സണൽ ചോയ്സാണ്, പേഴ്സണൽ കാര്യങ്ങളാണ്. അതിലേക്കൊന്നും നമ്മൾ ഇടപെടുന്നില്ല. അത് വേണോ വേണ്ടെന്നോ ഒന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു വെക്കുകയാണ്. അത് ഓരോ ആൾക്കാർക്ക് ഓരോ ലൈഫാണ്. അതിപ്പോ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ക്യാമറ കൊണ്ട് ചെല്ലാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഇങ്ങനത്തെ സംഭവം ചെല്ലും. അത് സമൂഹത്തിന്റെ ചില ജീർണാവസ്ഥകളിലേക്കായിരിക്കാം, നല്ല കാര്യങ്ങളിലേക്കായിരിക്കാം, അതെന്തോ ആയിക്കോട്ടെ. അപ്പൊ ഒന്ന് പോയി നോക്കാം. നീ ഇവിടെ ഇരുന്നോ. ഇതാണ് സ്ഥലം. ഇവിടെ ഒരു ചെറിയ പുഴ ഒഴുകുന്നുണ്ട്. ഈ പാലത്തിലേക്ക് ഇങ്ങനെ കയറുമ്പോഴാണ് നമ്മൾ ഈ സംഭവം കണ്ടത്. 2 കുടില് പോലെ 2 ഷെഡ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു കുടത്തിൽ ആൾക്കാർ വിൽക്കുന്നു. കള്ള് തന്നെയാണ്. എനിക്കതൊന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ കുറച്ച് പാട് പെട്ടു. എനിക്ക് ആദ്യം മനസ്സിലായില്ല, പിന്നെ സ്മെല്ല് വന്നു, പിന്നെ ബാക്കിലുള്ള തെങ്ങ് ചൂണ്ടിക്കാണിച്ചു തന്നു. അങ്ങനെയാണ് തെങ്ങിന്ന് ചെത്തുന്ന കള്ളാന്ന് മനസ്സിലായത്. 30 രൂപയാ 1 ലിറ്റർക്കാ? ജഗ്ഗോ? ഓക്കെ. ബോട്ടിൽ 30 രൂപ. ഓക്കെ. ഇവിടെയുണ്ട് വേറൊരു ടീമിൻ്റെ. ഇത് ഏനാ മാമാ? ഉങ്ങൾ മാമാ? ഓക്കെ. അപ്പൊ ഇതാണ് ഇവിടുത്തെ കള്ള് ഷാപ്പ് കേട്ടോ. വേറെ വലിയ കള്ള് ഷാപ്പ് ഉണ്ടോയെന്ന് അറിയില്ല. ഒരു പക്ഷേ ഇത് ഒരു സ്വന്തമായിട്ട് സ്വന്തം തെങ്ങിന്ന് ചെത്തിക്കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വിൽക്കുമായിരിക്കും. നമ്മളെ നാട്ടിലെ പോലെ ചിലപ്പോൾ അതിനൊരു ഒരു കേന്ദ്രീകൃത സംവിധാനം ഒന്നും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടാണോന്ന് അറിയില്ല. ഒക്കെ ഊഹം മാത്രമാണ്. അതുകൊണ്ടാ വണ്ടിയിൽ കൊള്ളിക്കാവുന്നതിന് പരമാവധി കൊള്ളിച്ച് പുള്ളിക്ക് സ്റ്റാർട്ടാക്കാൻ പറ്റുന്നില്ല. വണ്ടി കഷ്ടപ്പെടുകയാണ് കിടന്നിട്ട്. നോക്കി എത്ര നമ്മളും ചിന്തിക്കില്ല, അത്രയും പുല്ലാണത്. മറ്റേ പുല്ല് തന്നെ. ഇനി ആളും കൂടെ കയറും. 2 പേരിലെന്നാ പോയിരുന്നേ. വണ്ടി അതാണ്, വണ്ടി പിടിക്കേ. സമ്മതിക്കണം ദാസ, സമ്മതിക്കണം. ആന്ധ്രാപ്രദേശ് സുന്ദരിമാരാണ്. ആൾക്കാർക്ക് നടി കിട്ടും. ആൾക്കാർക്ക് നടി കിട്ടൂല, അവരുടെ നടി കിട്ടായിരുന്നു. എന്ത് റിലാക്സ്ഡ് ആയിട്ട് ഒരു സ്ഥിരം അങ്ങനെ യാത്ര ചെയ്യുന്നതാണല്ലേ തോന്നുന്നല്ലേ. പോവാം, കോട്ടയ്ക്ക് ഇത് പോവാം. എനിക്കൊരു താല്പര്യമില്ല, എനിക്കറിയാം. ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയിട്ടില്ല. ബിബിക്ക് ഒരു കടയും പറ്റൂല. അവന് എടാ ഏതെങ്കിലും കടയിൽ നിന്ന് കഴിച്ചേ പറ്റുള്ളൂ കേട്ടോ. നീ നോക്കുമ്പോ അതുപോരാണ്ട് കാര്യമില്ല. നമ്മളെ യാത്ര ചെയ്യുമ്പോ അല്ലെങ്കിൽ പിന്നെ കുക്ക് ചെയ്യാൻ വേണ്ടി നിർത്തണം. ഇനിയിപ്പോ നമ്മള് രാവിലെ നിർത്തി കഴിഞ്ഞാൽ ഒരുപാട് സമയം അതിന് വേണ്ടി പോകും. ഇതിപ്പോ ബഷീറിന്റെ ജന്മദിനം എന്ന് പറഞ്ഞൊരു കഥ വായിച്ചിട്ടുണ്ടോ? അതല്ല, അതിനേക്കാളും കറക്റ്റായിട്ട് മാച്ചാവുന്ന ഒരു സാധനം ഉണ്ട്. മാച്ചാവുമെന്ന് എനിക്കറിയില്ല. ഖലീൽ ജിബ്രാന്റെ ഒരു കഥയുണ്ട്, കുറുക്കൻ. കുറുക്കൻ എന്ന പേര്. അതായത് അതിന്റെ കറക്റ്റ് വേർഡ്സിൽ പറയുകയാണെങ്കിലേ, അരുണോദയത്തിൽ സ്വന്തം നിഴൽ കണ്ട ഒരു കുറുക്കൻ പറഞ്ഞു, ഇന്ന് പ്രഭാത ഭക്ഷണത്തിന് ഒരു ഒട്ടകം തന്നെ വേണ്ടി വരുന്നു. പ്രഭാതം മുഴുവൻ ഒട്ടകത്തെ തേടി നടന്ന് കിട്ടാതെ ആയപ്പോ ഉച്ചയായപ്പോ വീണ്ടും സ്വന്തം നിഴൽ കണ്ട കുറുക്കൻ മനസ്സിൽ വിചാരിച്ചു, ഒരു എലി മതിയാവുന്ന. അത് രാവിലത്തെ നമ്മളെ നിഴല് വലിയ നിഴലായിരിക്കുമല്ലോ. അപ്പൊ നമ്മൾ ഭയങ്കര സംഭവമായി തോന്നി. ഇപ്പൊ നമുക്ക് എന്താണ്, നമ്മളെന്തോ സംഭവമാണ്, നമുക്ക് ഇങ്ങനത്തെ ഫുഡൊന്നും പറ്റില്ല. അതെ, അപ്പൊ നമ്മൾ നല്ല ഫുഡ് അന്വേഷിച്ച് ഇറക്കാണ് ഇപ്പൊ. ഉച്ചയാകുമ്പോ നമുക്ക് തിരിച്ചറിയാം, നമ്മൾ സ്വയം തിരിച്ചറിയാം നമ്മൾ വലിയ സംഭവം എന്നല്ല. അപ്പൊ എന്തെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള അവസ്ഥയിലേക്ക് എത്തും.
ഭക്ഷണം കിട്ടിയില്ലെങ്കിലും അവിടെ മൺകല ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ മൺകല ഉണ്ടാക്കുന്നത് കുറെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇനി ആന്ധ്രാപ്രദേശിലെ മൺകല ഉണ്ടാക്കുന്നത് ഇനിയിപ്പോ എന്തെങ്കിലും വെറൈറ്റി ആണെങ്കിലോ നീ ഇവിടെ ഇരിക്കാൻ പോരാ. പറ്റുമെങ്കിൽ ഒരു ചട്ടി കലവണം മേടിച്ചു നമുക്ക് പിന്നെ ബീഫൊക്കെ വെക്കാൻ വേണ്ടിട്ട് ഒരു മൺകലം വാങ്ങിച്ചാലോ? കലത്തില് നിനക്ക് തന്നെ എവിടുന്ന ബീഫ് കിട്ടാൻ പോകുന്നത്? ചിക്കൻ വെക്കാം. കലം ബിരിയാണി, ദം ബിരിയാണി. ക്യാമറ ഞാൻ ഇപ്പൊ വരാം. മൺകലം വിൽക്കുന്നത് മാത്രല്ല ഇവിടെ തന്നെ റോഡ് സൈഡിൽ തന്നെ അവർ ഉണ്ടാക്കുന്നത്. ഇതാണ് മദനപ്പള്ളി വില്ലേജാണ്. കടപ്പ ഡിസ്ട്രിക്റ്റാ? ചിറ്റൂർ ഡിസ്ട്രിക്റ്റാ? ഓക്കെ ചിറ്റൂർ ഡിസ്ട്രിക്റ്റാണ്. ഇതുണ്ടോ സംഭവം നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്. എന്നാലും ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കും, ചെറിയ വ്യത്യാസങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും. ഇതിങ്ങനെ ഷെയ്പ്പാക്കി എടുക്കുന്നത് കണ്ടോ, ഭയങ്കര രസമല്ലേ. ഈ ചേട്ടൻ്റെ വീടിൻ്റെ ബാക്കിൽ തന്നെയാണ്. ചേട്ടനും മോളും ഭാര്യയൊക്കെ ഉണ്ട് ഇവിടെ. അവർ ഒരുമിച്ച് തന്നെ ഇതിൻ്റെ പരിപാടി. ഇവിടെ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഇതിനൊന്നും അടിഭാഗമില്ല കേട്ടോ. ഇതിനി സെപ്പറേറ്റ് വെച്ച് പിടിപ്പിക്കുക ചെയ്യുക. ഓ ഓക്കെ 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 ഓക്കെ. അതായത് ഇവിടെ ഒരു ഇതവരുടെ വീടാണ് കേട്ടോ, അവർ താമസിക്കുന്ന വീടാണ്. ഇവിടെ ഒരു കോഴിയുണ്ട്, ഒരു വലിയ കോഴി. അപ്പോൾ അതിന് കാലിൽ കയറ് കെട്ടിയിട്ടുണ്ട്. അത് പുറത്തേക്ക് ഓടിപ്പോണീന് വേണ്ടിയിട്ട് കെട്ടിയാത്രേ. വലിയൊരു കോഴി. മണ്ണിൻ്റെ പ്രോസസ്സിങ് ആണ്. ഇങ്ങനെ കട്ട കട്ടായിട്ടാണ് തോന്നിയ സംഭവം വരുന്നത്. എൻ്റെ അമ്മ പെട്ടെന്ന് ഞാൻ കണ്ടത്. പക്ഷേ ഇല്ലല്ലോ, ഒന്നുമില്ല ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല കണ്ടോ. ചുറ്റിക വെച്ചിട്ട് ഇങ്ങനെ അടിച്ച് പൊട്ടിക്കുക ചെയ്യുന്നത്. ചുറ്റിക വെച്ച് അടിച്ച് പൊട്ടിച്ചിട്ടാണ് ഈ മണ്ണിൻ്റെ പ്രോസസ്സിങ്. ഒന്നുമില്ല ബ്രോ, ഞാൻ പോവാണ്. കച്ചവടം നടക്കുന്നുണ്ട് ഇവിടെ. മോള് കൊണ്ട് കൊടുക്കണു. Your name? Soumya. Studying in? 8th class. Okay. ഒരു ഫാമിലി ആയിട്ടുള്ള പരിപാടിയാണ്. ഹായ് ബ്രോ, യുവർ നെയിം? ശ്യാം പ്രസാദ്. കോയമ്പത്തൂരിൽ ഒരു ഓട്ടോ കണ്ടില്ലേ നല്ല അലങ്കരിച്ചത്? ഇത് അതിലേറെ കുറച്ചും കൂടി ഭീകര. ഒരു വലിയ മരം തന്നെ വെച്ചേക്കും അതിൻ്റെ ഫ്രണ്ടിൽ. ഏത് വഴി പുറത്തേക്ക്? അമ്മ പേടിപ്പിക്കല്ലേ. ബൈ ബ്രോ. ബൈനാ. ഇവിടെ കണ്ടോ, ഇവരിത് ചെയ്തിട്ട് ഇങ്ങനെ പെയിൻ്റൊക്കെ ചെയ്ത് നല്ല ഭംഗിയുള്ള കൂജകളൊക്കെ ആക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. വെറുതെ അതേപോലെ വെക്കുക മാത്രമല്ല, വേറെ ചില ശില്പങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടോ. ഇതാണ് ഇവരുടെ പരിപാടി. നമുക്ക് എവിടെയും ട്രാവൽ ചെയ്യാനും ചുമ്മാ അങ്ങനെ കാഴ്ചകൾ കണ്ടു പോകാനൊന്നും ഭാഷ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ ചോദിച്ച് മനസ്സിലാക്കേണ്ട ഘട്ടം വരുമ്പോഴേ, മീൻസ് സാധാരണഗതിയിലുള്ളതല്ല. ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ പോണതോ റൂം എടുക്കാൻ വേണ്ടി പോകുന്നതോ അതൊന്നുമല്ല. ഒരു പ്രത്യേക സംഗതിയെ കുറിച്ച് വിശദമായിട്ടൊരു ഡാറ്റ ഒക്കെ നമുക്ക് കിട്ടണമെങ്കിൽ അവരോട് നേരെ സംസാരിക്കണ്ടേ. അപ്പൊ നമുക്ക് ഭാഷ വലിയൊരു വില്ലനായി വരുന്നുണ്ട്. ഞാൻ ആ മൺചട്ടിന്റെ വില ചോദിക്കാനേ എങ്ങനെ ഞാൻ ചോദിച്ചിട്ടും കൈയും കാലിട്ട് അടിച്ചിട്ടും അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ അവിടെ വേറെ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു സാധനം വാങ്ങിക്കാൻ വേണ്ടി. സാമ്പ്രാണി വെക്കുന്ന സാധനം വാങ്ങാൻ വേണ്ടി ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളീനോട് ഞാൻ ഇംഗ്ലീഷിൽ ചോദിച്ചിട്ട് പറഞ്ഞു. അപ്പൊ എന്താന്നാണ് എത്രാന്ന് ചോദിക്കുന്നതിന് ഇവരുടെ ഭാഷയിൽ തെലുങ്കിൽ എന്താന്ന് അത്രേ. അപ്പൊ ഞാൻ ചോദിച്ചു. അപ്പൊ എനിക്ക് വില കിട്ടി. ചോറ് വെക്കുന്ന പാത്രത്തിന് 120 രൂപയെന്ന് പറഞ്ഞു. ഒരു വാക്കിന്ന് പഠിച്ചു, എന്താ. കടപ്പയിലേക്ക് ഇനി 75-80 കിലോമീറ്ററൊക്കെ ദൂരം ഉണ്ടാവും. അത് മുഴുവൻ ഇത് തന്നെയാണ് അവസ്ഥ എന്ന് എനിക്ക് തോന്നുന്നത് ഫുള്ള്. പക്ഷെ അധികമൊന്നും അപൂർവ സ്ഥലത്തെ കൃഷി കൃഷിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് പൂക്കൃഷി. നമ്മൾ ഗുണ്ടൽപേട്ടൊക്കെ പോയപ്പോൾ ഒരുപാട് പൂക്കൃഷിയൊക്കെ കണ്ടതാണ്. എന്നാലും ഇങ്ങനെ മഞ്ഞ കളറിൽ ഇങ്ങനെ പാടം ഫുള്ള് പരന്ന് കിടക്കുമ്പോൾ നമുക്ക് നിർത്താതെ പോകാൻ കഴിയില്ല. പക്ഷെ ഇവിടെ വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ അറിയാത്തതുപോലെ തിരിച്ച് നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പട്ടി വന്നിങ്ങനെ നോക്കുന്നുണ്ട്.
അവനിങ്ങോട്ട് വരാതിരുന്ന ഭാഗ്യം. ബിബിനെ ബിബിനെ ഞാൻ പറ്റൂ. ഒരു പട്ടി ഉണ്ട് അവിടെ. അല്ല, ഞാൻ പെട്ടെന്ന് നടന്നു പോകുമ്പോഴാണ്, ഞാൻ സംസാരിച്ചിങ്ങനെ പോകുന്ന സമയത്താണ് ഓടി വന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അല്ല, നേരത്തെ അവിടെ നിങ്ങൾ കണ്ടല്ലേ, നമ്മുടെ ആ മൺകല ഉണ്ടാക്കുന്ന സ്ഥലത്തുണ്ടായിരുന്ന കുറച്ച് പട്ടികള്. എന്ത് ഭീകരതയാണെന്നറിയോ, കുറച്ചിട്ട് പേടിപ്പിക്കുള്ളൂ, ചുമ്മാ നോക്കുന്ന ആരെന്ന് അറിയാൻ. ധൈര്യം തന്ന് കൊല്ലാനുള്ള പരിപാടിയാണ്. നോക്കട്ടെ, ആ അമ്മച്ചിനെ വിളിച്ചിട്ട് പറ്റും, നിങ്ങളെ കൂടെ പറ്റും. നാട്ടിന്നാണെങ്കിൽ പോടാ പട്ടിന്നെങ്കിലും പറയാൻ. ഇത് ഏത് ഭാഷയിൽ പറയും ഞാൻ? ഇനിയിപ്പോ നിങ്ങളുടെ ഡോറിന്റെ അവിടെ നിൽക്കുന്നത്, തിരിച്ച് വണ്ടി കയറാനും പറ്റില്ലേ? അപ്പൊ ഡോറിന്റെ അവിടെ നിൽക്കുക. ഞാൻ വണ്ടിക്കകത്ത് സേഫാ. പട്ടിയോട് ഏമണ്ടി ചോദിച്ചാലോ? അമ്മ, അക്ക, പട്ടി കടിക്കുമാ? ആ ഇവൻ കടിക്കുമാ? പട്ടി പട്ടി ഒന്ന് വിളിക്കോ, കൂപ്പിടോ? പട്ടി പട്ടി ഡോഗ് ഡോഗ് ഡോഗ്. ആ, ഞാനൊന്നും അറിയാത്ത പോലെ ഇങ്ങനെ നടന്നു പോവാട്ടോ. ഇവൻ ഇവിടെ നിൽക്കുന്നുണ്ട്. എന്താന്ന് റെസ്പോൺസ് ഒന്നുമില്ല, കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അവൻ അവൻ്റെ പാട്ടിൽ പോയി. ഒരു പൂക്കൃഷി, പൂ വിളവെടുത്തോണ്ടിരിക്കുകയാണ്. ഇതെന്ത് പൂവാ? മല്ലിപ്പൂവാ? മല്ലിപ്പൂവാ? ജമന്തിപ്പൂവാണ്. രണ്ട് ചേച്ചിമാർ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ പൂ പറിച്ചുകൊണ്ടിരിക്കണു. നല്ല രസമല്ലേ കാണാൻ? ഇത് എത്ര കണ്ടാലും നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിർത്തി പോവും. പൂപ്പാടത്തിൻ്റെ സൈഡിൽ തന്നെയാണ് കേട്ടോ വീടൊക്കെ. ഇതാണ് ഒരു കുഞ്ഞു വീടാണ്. ഇതിൻ്റെ പുറകിലൊക്കെ ഇതാ വൈക്കോലുണ്ട്. ഇവിടെ നെൽകൃഷിയൊക്കെ നടക്കുന്ന സ്ഥലം തന്നെയാണ്. കുറേ നെൽകൃഷി ഉണ്ട് ആന്ധ്രയിൽ. എവിടെ നോക്കിയാലും നെൽകൃഷി കാണാൻ പറ്റും. കുറേ ദൂരം വെറുതെ നടക്കുന്ന സ്ഥലങ്ങളാണ്. എത്ര കിലോമീറ്റേഴ്സ് അത് കഴിച്ചിട്ടാ. ഒരു കുഞ്ഞി കടയില്ല, ഒരു വീടില്ല, അങ്ങനെ കിടക്കുന്നു. വല്ലപ്പോഴും ഒരു വണ്ടി പോയാലായി. വല്ലപ്പോഴും കാറ്റടിക്കുമ്പോ ഒരു വണ്ടി പോയാലായി. രണ്ട് തുള്ളി. പറഞ്ഞ പോലെ ഈ ബോട്ടിൽ എവിടെയെങ്കിലും ഹോട്ടൽ എഴുതിച്ചിട്ടുണ്ടോ നോക്കിയേ. ഈ ബോട്ടിൽ ഹോട്ടൽ മാത്രമേ. മേടിക്കുർത്തി 3 കിലോമീറ്റർ. അത് മാച്ചളഞ്ഞു. അഡവരിപ്പള്ളി 6 കിലോമീറ്റർ. ഗുണ്ടലൂരു 7 കിലോമീറ്റർ. ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു ഹോട്ടൽ ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം എനിക്ക് തന്നെ പിടിക്കില്ല. എന്റെ പൊന്നെ, ഇതൊന്നും റോഡ് നമ്മുടെ ഇത് ഗൂഗിള് പറ്റിച്ച തന്നെയാണ്. ഇങ്ങനെയൊക്കെ ഒരു മെയിൻ റോഡ് ഉണ്ടാവോ? ഇതെന്താണ് ഇതൊരു ഒരു തെരുവ്? നാഷണൽ ഹൈവേ ആക്കാൻ പറയാം നാളെ വന്നിട്ട്. അല്ല, അതല്ല, നമ്മൾ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തേക്കാണ്. എന്റെ പൊന്നു കൂട്ടുകാരാ, ഇത് NH ആണ്. NH. പക്ഷെ ഇത് വേറെ എന്തോ പേരിട്ടേക്കുന്ന ആർക്കറിയാം. NH ഡീവേറ്റ് ചെയ്തിട്ടുണ്ട്. നീ ഒന്ന് പോയെ. പിന്നെ NH റോഡിൽ നോക്കി നോക്കി നോക്ക്, റോഡിലാണ് സ്റ്റെപ്പ് വീടിന്റെ. അതാണ് NH. നീ നിന്റെ പാടോക്കി പോയത് കൊമ്മേപ്പള്ളി. കൊമ്മേപ്പള്ളി എന്തായാലും പള്ളി കാണുന്നുണ്ടല്ലോ. റൈസ് കുഷ്ക ബിരിയാണി റൈസ് ആയിരിക്കും. പിന്നെ വേറെ എന്തുണ്ട്? ഞാൻ മലയാളത്തിൽ ചോദിക്കണൊക്കെ പുള്ളിക്ക് മനസ്സിലാകേണ്ടത്. ദാൽ കറി, ദാൽ ഫ്രൈ, സാമ്പാർ. കൊള്ളാം, കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ചോറ് കഴിച്ചാലോടാ? എന്നാ അതോ ബിരിയാണിയോ? ചിക്കൻ ഫ്രൈ എന്താ? 80. ഓക്കെ ഓക്കെ. 2 മീൽസ് ഭോജനം, 1 ചിക്കൻ ഫ്രൈ. ഓക്കെ. പുറത്തുനിന്ന് കണ്ടപ്പോൾ നമുക്ക് അത്ര തോന്നിയില്ല കേട്ടോ. പക്ഷേ അകത്ത് കയറിയപ്പോൾ നല്ല വൃത്തിയുള്ള നല്ലൊരു ഹോട്ടലാണ് എന്തായാലും. അപ്പോൾ നമ്മൾ ഭോജനം പറഞ്ഞിട്ടുണ്ട്. ഭോജനം മീൽസാണ് ഭോജനം. ഞാൻ അത്യാവശ്യം ആന്ധ്ര പഠിച്ചിട്ടുണ്ട് കേട്ടോ.
ഞാൻ വളരെ കറക്റ്റായിട്ട് ചോദിച്ചു ചിക്കൻ ഫ്രൈ എന്താണ്. അപ്പോൾ പുള്ളി പറഞ്ഞു 80. പണ്ടൊരിക്കേ തിരുപ്പൂര് പോയ സമയത്ത് അവിടുന്ന് ഒരു അത്യാവശ്യം വലിയ ഹോട്ടലാണ്, ബ്രാൻഡ് ഹോട്ടലാണ്. അവിടുന്ന് ഒരു മീൽസ് കിട്ടി. എൻ്റെ പേരായിരുന്നു രാജഭോജനം. അടിപൊളി ഫുഡായിരുന്നു. ചോറും കുറേ കറികളും അതിൽ കൂടെ 2-3 ഐറ്റം നോൺ വെജ് ഒക്കെ ഉണ്ടായിരുന്നു. അത് പേര് കറക്റ്റ് മാച്ചാട്ടോ, രാജഭോജനം. ചോറ് ഇതാ, ഒരു പപ്പടം ഉണ്ട്, എന്തോ ഒരു കൂട്ടാണ്ട് കേട്ടോ, മെഴുക്ക് പുരട്ടി, വെങ്കായം, എന്തോ ഒരു സാധനം, മിക്കവാറും വഴുതനങ്ങ ആയിരിക്കും. വേറെ ഒന്നുകൂടി ഉണ്ട്, വഴുതനങ്ങയല്ലേ? ആ ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ദാൽ ഒരു സൈഡിൽ ഒഴിക്കുന്നുണ്ട്. കിടക്കട്ടെ, ഒന്നും നോക്കണ്ട. എന്റെ മണ്ണ് ഭയങ്കര ചൂടാണ്. ചൂടുണ്ടാവും. അപ്പോൾ അല്ലേ നമുക്കൊരു ഫ്രഷ്നെസ് കിട്ടുക. നല്ലതാണോ? അരി തമിഴ്നാട്ടിലെ അരിയാ? അതല്ലേ? അല്ല, കൊള്ളാം. തമിഴ്നാട്ടിലെ അരി തന്നെയാണല്ലോ. അത്ര കുറച്ചുകൂടെ അവർക്ക് വേറെ ടേസ്റ്റാണ്. സെയിം കണ്ടെയ്നർ. എനിക്ക് ടേസ്റ്റ് തോന്നുന്നുണ്ട്. തമിഴ്നാട്ടിൽ പോയാൽ നമുക്ക് കിട്ടില്ലേ? നമ്മൾ പൊതുവെ പച്ചരി ചോറ് എന്ന് പറയും. ബോട്ടിൽ നമ്മൾ പച്ചരി ചോറ് എന്ന് പറയാം. ശരിക്കും അത് പച്ചരി അല്ല, അവരുടെ അരിയാണ്. പക്ഷേ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതും സാമ്പാറും, അതും തമിഴ്നാട്ടിലെ സാമ്പാറും എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് ഏകദേശം സെയിം ആയിട്ടത്. സാമ്പാർ കിട്ടിയിട്ടാണ് നമ്മൾ പരിപ്പ് വരെ വെച്ചിട്ട് കഴിക്കുന്നത്. നന്നായിട്ടുണ്ട്. ഒന്നാമത് നല്ല ചൂടുണ്ട് ഫുഡ്, എല്ലാം നല്ല ചൂടുണ്ട്, നല്ല ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതുവരെ വന്നൊരു ഹോട്ടലിൽ നമ്മൾ കയറാതെ, ചെറിയ കടയിൽ നമ്മൾ കയറാതെ ഇവിടെ എത്തിയത് ഇതിന് വേണ്ടിയിട്ടാണ്. എന്തായാലും അടിപൊളി. അപ്പോൾ പെട്ടെന്ന് ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ അപ്പോൾ തള്ളി മറിക്കും. നമുക്ക് ഹോട്ടലിന്റെ വലിപ്പമൊന്നുമല്ല പ്രശ്നം. ഇപ്പോൾ കേരളത്തിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഏത് കടയിൽ നിന്നും കഴിക്കും. തട്ടുകടയൊക്കെ നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ പുറത്ത് പോകുമ്പോൾ നമുക്കൊരു തൃപ്തിന്റെ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കുറച്ച് വലിയ ഹോട്ടൽ നോക്കി പോകുന്നത്, അല്ലാതെ വേറെ ഒന്നും കണ്ടല്ല. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്ര നല്ല ഫുഡ് കിട്ടും. ഞാനും അത് ഈ കാണുന്ന പോലെ അത് കയറുമ്പോൾ വിശാലമായ ഹോട്ടലാണ്. ഈ കുഞ്ഞി ഒരു ഫ്രണ്ടിൽ ചെറിയൊരു റൂം പോലെ തോന്നുന്നുണ്ട്. അത് കണ്ടോ, ഒരു വണ്ടിയിൽ 2 തട്ടുണ്ടാക്കിയിട്ട് ആൾക്കാരെ കൊണ്ടുവന്ന വണ്ടിയാന്ന് തോന്നുന്നു, ലേബേഴ്സിനെ കൊണ്ടുവന്ന വണ്ടിയാന്ന് തോന്നുന്നത്. അതിനകത്ത് കൂടുതൽ ആളെ കൊള്ളാൻ വേണ്ടിയിട്ടേ 2 തട്ടാക്കിക്കാണ്. മുകളിലും കുറെ പേരൊക്കെയുണ്ട്. ദോസ്താണ്, ദോസ്ത്. അതിന്റെ ബാക്ക് ഭാഗം ഹൈറ്റ് കൂട്ടിക്ക്, എന്നിട്ട് 2 തട്ടാക്കി മാറ്റി. കടപ്പ 53 കിലോമീറ്റർ കേട്ടോ. ഇനി 53 കിലോമീറ്റർ ഉണ്ട് നമുക്ക് പോകാൻ. കുർനൂൾ 248, രാജംപേട്ട 58, മലത്തോട്ട് രാജംപേട്ട. അങ്ങോട്ട് പോയിക്കല്ലോ. അല്ല, ആ പേര് കേട്ടപ്പോ രസമല്ലേ, രാജംപേട്ട്. ടോൾ റോഡ് സ്റ്റാർട്ട്. അതെനിക്ക് ഇഷ്ടമല്ല, എന്നാ വെറുത്തു പോയി. പിന്നെ ദൂരെന്ന് കണ്ടപ്പോഴേ ആ മല കണ്ടപ്പോ പറഞ്ഞിരുന്നു ഇനി ആ മല തുറന്ന് വേണം നമുക്ക് പോവാനെന്ന്. പക്ഷെ തുറന്നല്ല പോകുന്നത്, നമ്മൾ അതിന്റെ മുകളിൽ കൂടി കയറി ഇറങ്ങണം. ഈ മല കടന്നിട്ട് അപ്പുറത്തേക്ക് കുറച്ച് പോയിട്ടാണ് നമ്മളിപ്പോ പോകുന്ന കടപ്പ എന്നുള്ള സ്ഥലം. എന്തായാലും ഇനി ഒരു ചെറിയ ചുരം കയറാൻ കേട്ടോ. നമ്മൾ ഇതിനെ കുറിച്ച് വായിച്ചപ്പോ കണ്ടിരുന്നു, നല്ലമല, പാൽക്കോണ്ട എന്ന് പറയുന്ന 2 മലനിരകളിൽ 3 ഭാഗവും ചുറ്റപ്പെട്ടിട്ടാണ് ഈ കടപ്പ നിൽക്കുന്നതെന്ന്. അപ്പോൾ ആദ്യത്തെ ഏതെങ്കിലും ഒരു മലയായിരിക്കും ഇത്. നമുക്ക് ഈ ലോറീനെ ആയിട്ട് ഓവർടേക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പതുക്കെ പോകേണ്ടി വരും. കയറ്റമാണ്, അവർ പതുക്കെ പോകുള്ളൂ. അതായത് ഈ പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് വരുമ്പോൾ ഒരു പുണ്യ മലയുണ്ട്, തിരുമല. ആ ഭാഗത്തേക്കുള്ള ഒരു ഗേറ്റ് വേ ആണ് ശരിക്കും ഈ കടപ്പ. അങ്ങനെയാണ് പേര് വന്നത്. അത് കടപ്പ എന്നുള്ള പേരിന്റെ അർത്ഥം ഉമ്മറപ്പടി എന്നുണ്ട്. അപ്പോൾ തിരുമലയിലേക്കുള്ള ഉമ്മറപ്പടിയാണ് ഈ സ്ഥലം, അതുകൊണ്ടാണ് അതിനെ കടപ്പ എന്ന് പറയുന്നത്. നമ്മളിപ്പോ മല കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉള്ള വ്യൂ ആണ് താഴേക്കുള്ള വ്യൂ. ആ കാണുന്ന റോട്ടിൽ കൂടിയാണ് നമുക്ക് പോകേണ്ടത്. ഇനി നമ്മുടെ വയനാട് ചുരത്തിന്റെ ഒരു വ്യൂ ഉണ്ടല്ലോ മോളിൽ നിന്ന് കാണുമ്പോഴേ, ഏകദേശം അതുപോലെ തന്നെ തോന്നും. ഇത് കണ്ടാല് നല്ല രസമല്ലേ? ഓവർ ബ്രിഡ്ജാണ്. ദൂരെ നിന്ന് കണ്ടപ്പോ എന്താന്ന് വിചാരിച്ചല്ലേ? ആകാശത്തേക്കുള്ള വഴിയായിരിക്കും. ആകാശത്തിലേക്കുള്ള വഴി, വീട്ടിലേക്കുള്ള വഴി എന്ന് പറഞ്ഞ പോലെ. കടപ്പയിലേക്ക് മുകളിലേക്ക് ആരോ മാർക്കറ്റ് ചെയ്യുന്നു. സംഭവം സത്യമാണ്.
മെട്രോയിൽ പോണ പോലെ ഉണ്ട് പറയാം. നമ്മളിന്ന് ഫുള്ള് ഓട്ടമായിരുന്നു. കടപ്പെത്തി, പിന്നെ ഒന്ന് ഫ്രഷ് ആവാനൊക്കെ സംവിധാനം തിരഞ്ഞ് കുറേ സമയം അങ്ങനെ പോയി. എന്തായാലും പിന്നെ കുറച്ച് കമ്പ്യൂട്ടറിൽ വർക്ക് ഉണ്ടായിരുന്നു. ഒക്കെ കഴിഞ്ഞിട്ട് രാത്രി ഒരു 8 മണിയായി ഇപ്പോൾ. അപ്പോൾ ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് പിന്നെ ഇനി ഫുഡ് ഉണ്ടാകുന്നതിനെ കുറിച്ച് ചിന്തിച്ചില്ല. അപ്പോൾ എവിടുന്ന് കഴിക്കുമ്പോൾ എന്ത് കഴിക്കുന്ന ആലോചിച്ച് നടക്കുമ്പോഴാണ് ഒരു റെസ്റ്റോറൻറ്റ് കണ്ടത്, ബൃന്ദാവൻ റെസ്റ്റോറൻറ്റ്. ബൃന്ദാവൻ ബി ആണ്. അപ്പോൾ ട്രെയിൻ റെസ്റ്റോറൻ്റ് ആണ്, ട്രെയിനാണ് ഇവിടെ ഭക്ഷണമൊക്കെ സപ്ലൈ ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്തായാലും അവിടെ തന്നെ വന്നു. ഇപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലാണ് ഇരിക്കുന്നത്. നമ്മൾ ഓർഡർ ചെയ്ത സൂപ്പ് കൊണ്ടുള്ള വണ്ടി വരുന്നുണ്ട് കേട്ടോ. ഇതേ ഈ ഒരു ഹോളിൽ കൂടി അകത്തേക്ക് കിടക്കും. ഇതാ വരുന്നു. സെറ്റാണ് പരിപാടി. റെഡി. ഇനി ഇതാ സൂപ്പ് എടുത്തിട്ട് വെച്ചു. താങ്ക് യു. ഇനി ട്രെയിൻ തിരിച്ചു പോകും കേട്ടോ. ട്രെയിൻ തിരിച്ചു പോകണം. തള്ളി കൊടുക്കണം. ട്രെയിൻ പോകുന്നില്ലേ, ഒരു ചെറിയ തള്ളി ഒന്ന് തള്ളിക്കൊടുത്താൽ ചിലപ്പോൾ പോകണ്ടാവും. സൂപ്പ് റെഡിയാണ്. നേരെ ട്രെയിൻ പോയി, തിരിച്ചു പോയി. ഇനി അടുത്ത സാധനം എടുക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. റിവേഴ്സാ പോവാട്ടോ. അതാ പോകണം. നമ്മൾ ഓർഡർ ചെയ്തത് 2 സൂപ്പും ഇതേ വന്നു. അടുത്ത ഐറ്റം വന്നു. റൊട്ടി ഉണ്ട്, പിന്നെ ഒരിത്തിരി ചിക്കൻ ഉണ്ട്. നമ്മൾ തന്നെ എടുക്കണ്ടേ ഇത്? അത് ട്രെയിൻ എടുത്ത് ഇങ്ങോട്ട് വെച്ച് തരില്ല അല്ലേ? റൊട്ടി എടുത്ത് വെക്ക് അമ്മേ. അപ്പോൾ ട്രെയിൻ പൊക്കോട്ടെ. ആ ഒരു മറ്റേ കൊടി, പച്ചക്കൊടി ഉണ്ടെങ്കിൽ വീശി കൊടുക്ക്. പച്ചക്കറി തപ്പിക്കൊണ്ടിരിക്കാതെ കാണുന്നില്ലേ? ഒരു പച്ച തുണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീശിലോ, അത് പോട്ടെ. ഇതിന്റെ ലോക്കപ്പിൽ ചായ കുടിക്കാൻ പോയി എപ്പോൾ വരും പറഞ്ഞു. ഇനിയിപ്പോൾ ഇതാ ഇതിപ്പോൾ വീണ്ടും പോവും. നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഐറ്റം വേണ്ടി ഒരു കട്ടൻ ചായ പറഞ്ഞാലോ? അപ്പോൾ വീണ്ടും ട്രെയിൻ ഒന്നുകൂടി വന്നോളും. പിന്നെ അല്ലാണ്ട് ലോക്കപ്പിൻ്റെ പണി കൊടുക്കണ്ടല്ലേ? ട്രെയിൻ ശരിക്കും ട്രെയിനിൻ്റെ അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ. ട്രെയിനിൻ്റെ ബാക്കിൽ 2 ഇതാണ്, 2 ബോഗി, ഇങ്ങനെ ഒരു 2 പ്ലാറ്റ്ഫോം മാത്രമാണ്. അവിടെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഇങ്ങോട്ട് വിടുക ചെയ്യുന്നത്. ഈ ടേബിളിൻ്റെ നമ്പർ അസൈൻ ചെയ്തിട്ട് ഇങ്ങോട്ട് വിടും. അപ്പോൾ ഇങ്ങോട്ട് വരും. താങ്ക് യു. അപ്പോൾ ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പ് കുറച്ച് പറഞ്ഞിട്ടുണ്ട്. ട്രാക്കൊക്കെ ഉണ്ടോ? നല്ല സെറ്റപ്പിലുണ്ടാക്കിയില്ല, അടിപൊളി ട്രാക്കുണ്ട് കാണാൻ. ലാസ്റ്റ് സ്റ്റോപ്പ് ഉണ്ട്, അവിടെ പച്ച ലൈറ്റ് കത്തും, അപ്പോഴാണ് സാധനം വരിക. അപ്പൊ തീവണ്ടി കൊണ്ടുവന്ന ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ബൃന്ദാവൻ റെസ്റ്റോറന്റിൽ പുറത്തിറങ്ങിട്ടോ. സംഗതി ഒരു കൗതുകമുള്ള പരിപാടിയാണല്ലേ? ഭയങ്കര സംഭവമൊന്നുമല്ല, പക്ഷെ എനിക്ക് തോന്നുന്നതേ ഇങ്ങനെ ഒരു സംഗതിയൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടികളൊക്കെ ആകർഷിക്കാൻ പറ്റും. അതായത് ഇപ്പൊ അവിടെ തന്നെ കുറച്ച് ഒരു ഫാമിലി വന്നിട്ട് ആ കുട്ടികൾ ഇങ്ങനെ ഫുൾ ടൈം അത് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ തന്നെ ഓർത്തത് ആദീനിയൊക്കെയാണ് ആ സമയത്ത്. ആദി, അപ്പു, ഷാനു, സായി, ഇവരൊക്കെ നമ്മുടെ വീട്ടിലെ കുട്ടികളൊക്കെ അത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ത്രില്ഡാവും. എന്തായാലും ഇനി വേറെ ഒന്നും പരിപാടികളില്ല. ഇന്ന് നമ്മളിവിടെ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. എവിടെയെങ്കിലും ഒരു സ്ഥലം കണ്ടുപിടിച്ചാൽ അവിടെ കിടന്നുറങ്ങണം. ഇന്ന് ക്ഷീണിച്ചിട്ടുണ്ട് അത്യാവശ്യം. വേറെ ഒന്നുമില്ല. വീഡിയോയിൽ ഇന്ന് കടപ്പ് വരെയുള്ള യാത്രയും വഴിയിലുള്ള കുറേ കാഴ്ചകളൊക്കെ ആയിരുന്നു. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നാളെ കടപ്പയിൽ നമുക്ക് എന്താ കാണാനുള്ളതെന്നൊക്കെ നോക്കാം അല്ലേ? നാളെ കടപ്പിലെ കാഴ്ചകൾ നമുക്ക്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം. ബൈ.